ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി സ്തോത്രം. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ എന്നെ അമ്മ സഹായിച്ചതിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 5-6 വർഷമായിട്ട് യൂട്രസിനകത്ത് മുഴയും ബ്ലീഡിങ്ങും ആയിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയുള്ളത് കൊണ്ടാണ് ബ്ലീഡിങ് വരുന്നത്, മുഴ ചൊക്കുമ്പോൾ ആ ബ്ലീഡിങ് നിൽക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ ഡോക്ടറെ കാണിച്ചു. സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയൊക്കെ ചൊങ്ങിപ്പോയി, കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമുക്കൊന്ന് പാസ്മിയർ എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടർ എഴുതി തന്ന് ഞാൻ പാസ്മിയർ എടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിനകത്തൊരു ചേഞ്ച് കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. 15 ദിവസത്തെ ഗുളിക തന്ന് ഗുളിക കഴിച്ച് 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഒന്നും കൂടി ആ പാസ്മിയർ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ഒന്നും പറഞ്ഞില്ല. നേരെ മെഡിക്കൽ കോളേജിൽ പോകുമോ, ഞാനൊരു തിങ്കളാഴ്ച ദിവസമാണ് ഡോക്ടറെ കാണിച്ചത്. ബുധനാഴ്ച തന്നെ പോയി കാണിക്കണം, രാവിലെ 8 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ 8 മണിക്ക് മുമ്പേ ഞാനും എൻ്റെ മോളും മെഡിക്കൽ കോളേജിൽ ചെന്നു. ഡോക്ടറെ ഇത് കാണിച്ചു. ഡോക്ടർ അതിനകത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു ക്യാൻസറിൻ്റെ ആരംഭമാണ്, നമുക്ക് ഒന്നുകൂടി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അവരൊരു ഡേറ്റ് തന്ന് എന്നെ വിട്ടു. എൻ്റെ ഒരു കൂട്ടുകാരത്തി മാവഴി ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ മാതാവിനെ എപ്പോഴും ഓർക്കുമായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ക്യാൻസറെന്ന് കേൾക്കുന്നതേ പേടിയാണ്, അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. 2ാമത്തെ ബയോപ്സിക്ക് അവർ കുറിച്ച് തന്നു. അതിന് ഞങ്ങൾ 4 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ തിങ്കളാഴ്ച തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ബയോപ്സി എടുക്കാൻ ചെന്നപ്പോൾ 3 പേരുടെയും അവർ പെട്ടെന്ന് എടുത്ത് 4ാമത് എൻ്റെ ആയിരുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു മിനി അവിടെ ഇരിക്കണം, മിനിക്കൊരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് മെയിൻ ഡോക്ടർ വന്നേ അത് ചെയ്യത്തുള്ളെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. മെയിൻ ഡോക്ടർ വന്ന് എൻ്റെ ബയോപ്സി എടുത്ത് പോകാൻ പറ്റത്തില്ല, ഒബ്സർവേഷനിൽ കിടക്കണം, വൈകുന്നേരം പോകാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അന്നവിടെ കിടന്ന് 4 മണിയായപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പൊക്കോ, 15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 15 ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അപ്പോൾ പറഞ്ഞു MRI എടുക്കണം, ഇത് എന്തോരം വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ട് MRI എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓഗസ്റ്റ് 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് MRI എടുത്ത് കഴിഞ്ഞിട്ട് അതിനോട് വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ ശരീരത്തിൽ ഞാൻ പേടിക്കുന്നോ ഭയപ്പെടുന്നോ ഒരു അസുഖവും കാണുവാൻ അമ്മ ഇടയാക്കരുത് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഉടമ്പടി തന്ന തൈലവും ഞാൻ വയറ്റിൽ പുരട്ടുകയും ഉപ്പ് ഞാൻ കഴിക്കുകയും ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. എപ്പോഴും ഞാൻ നടക്കുമ്പോഴിരിക്കുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ട് കാണിച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ പറഞ്ഞു യൂട്രസും ഓവറിയും കൂടെ ചിലപ്പോൾ എടുത്ത് കളയേണ്ട വരും, അതുകൊണ്ട് ഒരു കോൺ ബയോപ്സി എടുക്കണമെന്ന് 4ാമതും പറഞ്ഞു. 4ാമത് ഞാൻ ഡോക്ടർ പറഞ്ഞു ഇനി എടുക്കുന്ന ബയോപ്സി അത് ഓപ്പറേഷൻ പോലെ തന്നെ മയക്കിയൊക്കെ കിടത്തിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കാർഡിയോളജിസ്റ്റിനെ മയക്ക് ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ഓഗസ്റ്റ് മാസം 14-ാം തീയതി വന്ന് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെയൊക്കെ കണ്ട് അവരൊക്കെ സൈൻ ചെയ്ത് തന്ന് ഞാൻ ഓഗസ്റ്റ് 14-ാം തീയതി ഞാൻ അഡ്മിറ്റായി. 19-ാം തീയതി എനിക്ക് കോൺ ബയോപ്സി എടുത്തു. 21-ാം തീയതി ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. സെപ്റ്റംബർ മാസം ഞാൻ 2004 സെപ്റ്റംബർ മാസം ഞാൻ ഇവിടെ വന്നു അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാനീ മേടിക്കുന്ന സാക്ഷ്യപത്രം എൻ്റെ തന്നെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുവാൻ അമ്മയുടെ ആക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് ഫലമായിട്ട് 4 ആഴ്ച കഴിഞ്ഞ് വേണം റിസൾട്ട് മേടിച്ച് കാണിക്കാൻ വരണമെന്ന് പറഞ്ഞു. 4 ആഴ്ച കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടെ റിസൾട്ട് മേടിച്ച് കാണിക്കാൻ വേണ്ടി ചെന്നു. ഞാൻ അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ എന്തായിരുന്നാലും അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ പേടിക്കുന്നതോ ഞാൻ ഭയപ്പെടുന്ന ഒരു അസുഖം എൻ്റെ ശരീരത്തിൽ കാണരുത്, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു.
ഞാൻ റിസൾട്ട് മേടിച്ചു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് യൂട്രസ് എടുത്ത് കളയണമെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ ചോദിക്കും, ആരാ അമ്മയോട് പറഞ്ഞത് യൂട്രസ് എടുത്ത് കളയണമെന്ന്? അമ്മയ്ക്ക് യൂട്രസും ഓവറിയും ഒന്നും കളയണ്ട, അമ്മയ്ക്കൊരു അസുഖവുമില്ല, അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് 6 മാസം കൂടുമ്പോൾ വന്ന് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി, അമ്മ പേടിക്കുന്ന ഒരു അസുഖവും ശരീരത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. ഞാൻ പ്രേക്ഷിത പത്രം ഞാൻ എല്ലാവർക്കും എൻ്റേതായ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ ആശുപത്രിയിലൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണപ്പൊതി കൊടുക്കും. എന്നെ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു. എൻ്റെ അമ്മ മാതാവ് ഈ വലിയൊരു രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതലും സൗഖ്യവും തന്നതിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഇനി എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ ഉടമ്പടിയിലൂടെ ജീവിക്കാനുള്ള കൃപ തരണമെന്ന് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. യേശുവേ നന്ദി, യേശുവേ ആരാധന.